സാധാരണ ഇതിൽ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവാറില്ലല്ലോ. ഇപ്രാവശ്യമാണ് ആകെ ഒരു ഭരണ തുടർച്ച ഉണ്ടായത്. അതിന് പല ഘടകങ്ങൾ നമ്മുടെ കോവിഡ്, പ്രളയം, അതിനോടൊക്കെ സർക്കാർ എടുത്ത ഒരു നിലപാടായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ പൊതുവെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ടുമാണ് ഭരണ തുടർച്ച ഉണ്ടായത് എന്ന് പറയാം. മാത്രമല്ല ഒരു ലീഡർഷിപ്പ്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പിനെ അവർ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ്സിൽ ഇപ്പോഴും നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായി. ഇപ്പോൾ സുധാകരൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അൻവറാണ് യഥാർത്ഥത്തിൽ അവിടെ UDF ഐക്യപ്പെടുത്തിയതെന്നാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അൻവർ UDF ഐക്യപ്പെടാതെ UDF സ്ഥാനാർത്ഥിക്കെതിരെയും UDF നേതാക്കൾക്കെതിരെയും ഇലക്ഷൻ്റെ അന്ന് പോലും വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ കാക്കക്കൂട്ടത്തിൽ കല്ലിടുന്നു എന്ന് പറഞ്ഞ പോലെ കാക്കകൾ ഒന്നായി, കാക്കകൾ എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരെല്ലാവരും ഒറ്റക്കെട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പുതിയൊരു ലീഡർഷിപ്പ് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് വന്നിരിക്കുന്ന PC വിഷ്ണുദാസ്, മറ്റേ ഷാഫി പറമ്പിൽ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ആ നിലയിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത്. അതായത് സംഘടനാ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് അയാൾ പോയിട്ട് അൻവറുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്. മാത്രമല്ല അൻവറിനെതിരെ VD സതീശനും UDF എടുത്ത ഒരു കർക്കശമായിട്ടുള്ള ഒരു നിലപാടുണ്ടായി. അത് കേരളത്തിൽ മൊത്തമായി കയ്യടി നേടിയ ഒരു തീരുമാനമായിരുന്നു. അതായത് അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, കൂടെ നിർത്താമെന്ന് പറഞ്ഞു. VD സതീശന്